ഇതൊരു പരീക്ഷണാർത്ഥം തുടങ്ങിയതാണ് കേട്ടോ. മഷ്റൂമാണിത്. ഞാൻ ഇതിന് മുന്നേ ഓയിസ്റ്റർ മഷ്റൂം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇത് പിങ്ക് മഷ്റൂം ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സീഡ് വാങ്ങിയപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ പിങ്ക് മഷ്റൂമാണെന്ന്. അപ്പം ഞാനിത് അവരോട് തന്നെ എൻക്വയറി ചെയ്തപ്പോഴാണ് അവർ പറഞ്ഞത് സീഡ് പിങ്ക് മഷ്റൂമിൻ്റെ ആണെന്ന് കേട്ടോ. ഓയിസ്റ്റർ മഷ്റൂമിൽ അതായത് വൈറ്റ് കളർ മാത്രമേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഓയിസ്റ്ററിൽ തന്നെയുള്ള പിങ്ക് മഷ്റൂം ചെയ്ത് നോക്കുന്നത്. മഷ്റൂമിൽ തന്നെ ഒന്നിലധികം വെറൈറ്റികളുണ്ട് കേട്ടോ. എനിക്കറിയാവുന്നുള്ളത് ഓയിസ്റ്ററും അതുപോലെ തന്നെ മിൽക്കി മഷ്റൂമും ആണ്. അപ്പോൾ മിൽക്കി മഷ്റൂം ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. ഇനി ചെയ്ത് നോക്കാനായിട്ട് വച്ചിട്ടുണ്ട് ബാഗ് റെഡിയാക്കിയിട്ട്. അപ്പോൾ ഇത് പിങ്ക് മഷ്റൂം കണ്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷമായിട്ടോ. ഒരു പരീക്ഷണാർത്ഥം തുടങ്ങിയതാണ്. ഇതിന് മുന്നേ ഞാൻ ചെയ്തപ്പോഴത്തേക്കും അത് ഫെയിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഗ്രീൻ കളറിൽ കാണുന്നതാണ് ട്രൈക്കോഡെർമ എന്ന് പറയുന്നൊരു അസുഖം കേട്ടോ. നമ്മളെ കൂണിനെ ബാധിക്കുന്ന ഏറ്റവും ഒരു വലിയ പ്രതിസന്ധി എന്ന് തന്നെ ഈ അസുഖത്തിന് പറയാം. ബെഡിൽ ഒരുപാട് മുകുളങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് കളയാനായിട്ട് മാറ്റി വെച്ച ബെഡുകളായിരുന്നു ട്രൈക്കോഡെർമ വന്നിട്ടുള്ളത് കൊണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ പിങ്ക് മഷ്റൂം ട്രൈക്കോഡെർമ എന്ന് പറയുന്ന അസുഖം വന്നു കഴിഞ്ഞാലും നമുക്കതിൽ നിന്ന് ഈൽഡ് കിട്ടുമെന്ന് തോന്നുന്നു കേട്ടോ. എൻ്റെ അനുഭവത്തിൻ്റെ ഇതിൽ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. മറ്റ് മഷ്റൂമൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ഫുള്ള് ചീത്തയായി പോകും കേട്ടോ. അപ്പോൾ അത് അടർത്തി എടുക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കുറേ നാളിന് മുന്നേ ചെയ്തിട്ട് കുറച്ചധികം ബാഗുകൾ ചീത്തയായി പോയപ്പോൾ ഞാനത് നിർത്തിയതായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒന്നുകൂടെ തുടങ്ങിയതാണ്. അപ്പോൾ എനിക്ക് ഈ നിമിഷം വളരെ സന്തോഷം തോന്നി. ഞാനിത് കളയാനായിട്ട് മാറ്റി വെച്ച ബാഗാണ്. പിന്നീട് ഞാനിത് ട്രീറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഇടാം കേട്ടോ.